പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഫ്ലവർ വേസ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഫ്ലീറ്റ്സ് വെട്ടുന്നത് എങ്ങനെയാണെന്നും അത് ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്നും അതിൽ ഈർക്കിൽ എവിടെയാണ് കൊടുക്കുന്നത്, എങ്ങനെയാണ് ഒട്ടിക്കുന്നത്, എങ്ങനെയാണ് അത് വേസിൽ ഈ പിണ്ടിയിൽ കുത്തി കൊടുക്കുന്നത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളും കൂടെയൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഫ്ലവർ വേസ് എങ്ങനെ ഏറ്റവും ഭംഗിയായിട്ട് കുത്താമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇത് കണ്ടിട്ടും എന്തെങ്കിലും സംശയങ്ങൾ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഈ വേസ്റ്റ് നമ്മൾ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇവിടെ
ഇവിടെ നമ്മൾ 2 ചൈന പേപ്പറിന്റെ ഷീറ്റ് കൂട്ടി ഒട്ടിച്ചിട്ടുണ്ട്. സെന്ററിൽ ഒട്ടിച്ചതാണ് കാണുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ഏകദേശം ഒരു 11 സെന്റിമീറ്ററോളം ഗ്യാപ്പിൽ ഇവിടെ ഇങ്ങനെ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഗ്യാപ്പിലാണ് ഗം വെച്ചിട്ട് ഓരോരോ ഷീറ്റുകളായിട്ട് ഒട്ടിച്ചെടുക്കുന്നത്. എന്നിട്ടാണ് ആ ഷേപ്പ് ഇതിൽ നിന്ന് വെട്ടിയെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കറക്റ്റായിട്ട് നമുക്കിങ്ങനെ വിടർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് 10 ഷീറ്റ് കൂട്ടിച്ചേർത്തിട്ട് ഒരു സെറ്റ് ഉണ്ടാക്കുന്നു. അങ്ങനെ മാറ്റി വെക്കുക. അങ്ങനെ 10 സെറ്റാണ് നമ്മളിവിടെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അങ്ങനെ ആ 10 സെറ്റ് കൂട്ടി ഒരുമിച്ച് ഒട്ടിച്ചു കഴിയുമ്പോഴാണ് ഈ ഒരു ഫ്ലവർ വേസിലേക്ക് വേണ്ട 100 ഫ്ലീറ്റുകൾ കിട്ടുന്നത്. ഈ ഒരു ഷേപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഷീറ്റിൽ നിന്ന് 2 ഷേപ്പ് കിട്ടാവുന്ന രീതിയിലാണ് ഇത് വെട്ടിയിട്ടുള്ളത്. ഷേപ്പൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. ഈ കറക്റ്റ് എല്ലാം ഒരേ സൈസാണ് വന്നിട്ടുള്ളത്. അത് ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ആ കുത്തിയതിന് ശേഷം ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത്ര ഭംഗിയിൽ കിട്ടില്ല. പത്ത് ഷീറ്റുകളാണ് നമ്മൾ ഒരു സെറ്റായിട്ട് ഒട്ടിച്ചെടുക്കേണ്ടത്. ഈ 10 ഷീറ്റ് വെച്ച് ഒട്ടിച്ചതിന് ശേഷമാണ് ഈ ഷേപ്പ് വെട്ടിയെടുക്കുന്നത്. ഇതുപോലെയുള്ള 9 സെറ്റുകളാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഈ 9 സെറ്റ് എന്നുള്ളത് പിണ്ടിയുടെ വണ്ണം അനുസരിച്ചിട്ട് മാറി വരാം. അതിപ്പോൾ 10 എണ്ണം ചിലപ്പോൾ വേണ്ടി വരാം പിണ്ടി വലുതാണെങ്കിൽ. അതല്ലാന്നുണ്ടെങ്കിൽ 9 സെറ്റ് ഉണ്ടാക്കി എല്ലാം ഈ 9 സെറ്റും കൂട്ടി ഒട്ടിച്ചതിന് ശേഷം, അതായത് ഷേപ്പ് വെട്ടിയതിന് ശേഷം എല്ലാം കൂടെ കൂട്ടി ഒട്ടിക്കുക. അതിന് ശേഷമാണ് ഈർക്കിൽ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. പിണ്ടിയിൽ പ്ലീറ്റ്സ് ഒട്ടിച്ച് കൊടുക്കുന്നതിനെ കുറിച്ച് ഇനിയും കുറേ പേർക്ക് സംശയങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും നല്ല രീതിയിൽ പറഞ്ഞു തരാനായിട്ടുള്ളൊരു എക്സാമ്പിളാണ് നമുക്ക് ഈ ഒരു പിണ്ടി കേട്ടോ. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം ഗമ്മ് വരുന്ന അല്ലെങ്കിൽ പശ ഒട്ടിച്ച് കൊടുക്കുന്ന ഒരു പോർഷൻ ഈ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പശ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ കണ്ടോ, ഇവിടെയാണ് ഈർക്കിൽ കുത്തി കൊടുത്തിട്ടുള്ളത്. ഈ 2 പ്ലീറ്റ് ചേർത്താണ് ഈ ഈർക്കിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. അതിനുശേഷം അടുത്ത ലെയർ പശ കൊടുക്കുന്നത് ഇതാ ഈ ഒരു പോർഷനിലാണ്. ദെൻ അങ്ങനെ വരുമ്പോൾ നമുക്ക് കണ്ടോ, ഈ 2 ഒട്ടിച്ചിട്ടുള്ളതിൽ നിന്ന് ഈ ഒരു പോർഷൻ ഇങ്ങോട്ടും അടുത്ത ഈർക്കിലുള്ള ഈ ഒരു പ്ലേറ്റ് ഇത് തമ്മിലാണ് ഈ കൂട്ടി ഒട്ടിക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഒട്ടിച്ചെടുത്താലാണ് ഈ ഒരു ഡയമണ്ട് ഷേപ്പ് ഇവിടെ കറക്റ്റ് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക.